ഹലോ ഗായ്സ്. അപ്പോൾ നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജ് തകർന്നു വീണ ആ ദിവസം മുതൽ അതുമായിട്ട് ബന്ധപ്പെട്ട് തുറന്നു നടക്കുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് ഇപ്പോൾ കുറച്ച് മുന്നേ ഞാൻ കണ്ട ഒരു ന്യൂസാണ്. നമ്മുടെ മന്ത്രി സജി ചെറിയാൻ ഒരു പരാമർശം നടത്തി. ഇപ്പോൾ വിവാദം എന്നൊക്കെയാണ് പറയുന്നത്. സാധാരണ ഇങ്ങനത്തെ പരാമർശങ്ങൾ നടത്തുമ്പോഴാണല്ലോ ഈ മീഡിയ വിവാദം അത് ഇതെന്നൊക്കെ പറയുന്നത്. ഏതായാലും വിവാദം എന്തോ ആവട്ടെ, പുള്ളി ഒരു സത്യം പറഞ്ഞു എന്നുള്ളതാണ്. ഫൈനലി പുള്ളി അതാണ് ചെയ്തത്. നമ്മളൊക്കെ പറഞ്ഞ കാര്യം പുള്ളി അംഗീകരിച്ചു എന്നുള്ളതാണ്. അതായത് തനിക്ക് ഡെങ്കിപ്പനി വന്നപ്പോൾ താൻ ആദ്യം കൺസൾട്ട് ചെയ്തത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. പിന്നെ അവിടുന്ന് ചാവും എന്ന് ഉറപ്പായപ്പോൾ പുള്ളി അത് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ തന്നെയാണെന്ന് തോന്നുന്നു റെഫർ ചെയ്തത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക്. എന്നിട്ട് അങ്ങോട്ട് മാറി അവരാണ് എൻ്റെ ജീവൻ രക്ഷിച്ചതെന്നാണ് പുള്ളി പറഞ്ഞത്. ചുരുക്കത്തിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ആരുടെ ജീവൻ രക്ഷിച്ചത്? മന്ത്രി സജി ചെറിയാൻ്റെ ജീവൻ രക്ഷിച്ചത്. പുള്ളി അതാണ് പറഞ്ഞത്. പുള്ളി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ചിലപ്പോൾ പുള്ളി അതിന് മറുപടിയായിട്ട് പറഞ്ഞത് ഈ ഒരു സംഗതി പുള്ളി പറഞ്ഞത് എപ്പോഴാണ്? നമ്മൾ പറഞ്ഞല്ലോ, മന്ത്രിമാരൊക്കെ കേരളത്തിലെ നമ്പർ 1 ഹോസ്പിറ്റൽസിൽ പോവാതെ എന്തുകൊണ്ട് വിദേശത്തേക്കോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്കോ പോകുന്നു എന്നുള്ള ചോദ്യത്തിനാണ്, ആ ഒരു കാര്യത്തിനാണ് മന്ത്രി മറുപടി പറഞ്ഞപ്പോൾ റിപ്പോർട്ടർമാരോട്, ഈ ന്യൂസ് റിപ്പോർട്ടേഴ്സിനോട് ഈ ഒരു കാര്യം പറഞ്ഞത്. അതിൽ പുള്ളി പറയുന്നുണ്ട്, ഒരു പക്ഷേ ടെക്നോളജി കൂടുതൽ നിങ്ങളത് എടുത്ത് എൻ്റെ കയ്യിൽ ആ ഒരു ഇത് ഉണ്ടെങ്കിൽ, ആ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരുമായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇപ്പോൾ അത് ഉണ്ടല്ലോ, അത് മീഡിയയിലൊക്കെ ഉണ്ട്, നിങ്ങൾക്കത് എടുത്ത് കാണാവുന്നതാണ്. അതിൽ പുള്ളി പറഞ്ഞൊരു കാര്യം, ചിലപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൂടുതൽ ടെക്നോളജിക്കലി കൂടുതൽ കാര്യങ്ങൾ അവിടെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, അങ്ങോട്ട് പോയത്. അത്രയും തന്നെ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ടെക്നോളജി വളർന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ടെക്നോളജി ഉണ്ടാവില്ല അത്രയും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ നമ്പർ 1 കേരള എന്ന്, പിന്നെ നിങ്ങൾ ഈ നമ്പർ 1 കേരള, നമ്പർ 1 ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആണ് കേരളത്തിനുള്ളത്, നമ്പർ 1 ഹോസ്പിറ്റൽസ് ആണ് ഇവിടെ ഉള്ളത്, നിങ്ങളിങ്ങനെ നായികക്ക് 40 വട്ടം ചിലക്കുന്നതിൻ്റെ അടിസ്ഥാനം എനിക്ക് മനസ്സിലാവാത്തത്. ടെക്നോളജി കൂടുതൽ അവിടെ ആയതുകൊണ്ട് ഞാൻ അവിടെ പോയി എന്നുള്ളതല്ല നിങ്ങളിപ്പോൾ പറഞ്ഞത്. ഇത് ഏത് കാലഘട്ടത്തിലാണ് പോയതെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഇതുവരെ അധികാരത്തിൽ അതൊന്നും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഇമോഷണലി കുറച്ച് ഇതായിട്ടാണ് ഞാൻ പറഞ്ഞത്. പുള്ളി പറയുന്ന കാര്യം അതാണ്, അവിടെ ടെക്നോളജി കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെയാണ് കൂടുതലുണ്ടെങ്കിൽ അങ്ങോട്ട് പോകണം. അതാണ് അവിടെ എന്ത് ചെയ്തത് പുള്ളി പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഇപ്പോൾ എൻ്റെ ഉപ്പച്ചി എന്ന് പറഞ്ഞാൽ ഡെയിലി വേജ്, അതായത് എന്താണ് മലയാളത്തിൽ, ദിവസവേതനത്തിന്, അതായത് ദിവസക്കൂലിക്ക് പണിയെടുക്കുന്ന ഒരു കൂലിപ്പണിക്കാരനാണ് ആര്? എൻ്റെ അച്ഛൻ, അതായത് എൻ്റെ വാപ്പ. അപ്പോൾ ഞങ്ങളെപ്പോലെ സാധാരണക്കാർ, ഞാൻ പറഞ്ഞല്ലോ ക്യാഷുള്ളവർക്ക് പോട്ടെ എന്ന് വെക്കാം, പക്ഷേ ഞങ്ങളെപ്പോലെ സാധാരണക്കാർ ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവർ കഴുത്ത് അറുത്ത് വിടും. കാരണം അത്രയും അവർ കത്തി വെക്കും. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, അങ്ങോട്ട് പോകണം, അവിടെ ടെക്നോളജി കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകണം, പിന്നെ എന്തിനാണ് ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തുറന്നു വെച്ചിരിക്കുന്നത്? ഞങ്ങൾക്ക് അങ്ങോട്ടങ്ങ് പോയാൽ പോരെ? പിന്നെ നമ്പർ 1 മറ്റേതാണ് മറിച്ചതാണെന്ന് പറയേണ്ട കാര്യം എന്താ? പിന്നെ നമ്മൾ ചർച്ച ചെയ്യാൻ ഡിസ്കസ് ചെയ്യാൻ വിട്ടുപോയ ഒരു കാര്യമായിരുന്നു ഡോക്ടർ ഹാരിസിൻ്റെ, ട്രിവാൻഡ്രം യൂറോളജി വിഭാഗത്തിലെ ഒരു ഡോക്ടറായിട്ടുള്ള ഡോക്ടർ ഹാരിസ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇപ്പോൾ അത് പിന്നെ അത് ഡിലീറ്റ് ചെയ്തു എന്നൊക്കെ കേൾക്കുന്നു. അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് ഓർമ്മയില്ല, ഞാൻ കേട്ടിരുന്നു. എന്തോ ആവട്ടെ. അപ്പോൾ അവിടെ ഈ ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യം, ഈ പല സർജറീസും മാറ്റേണ്ടി വരുന്നു, പല ഓപ്പറേഷൻസ് മാറ്റേണ്ട ഒരു അവസ്ഥയാണ്. കാര്യം എന്താ, ഉപകരണങ്ങളൊന്നും എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ല, അങ്ങനത്തെ ഒരു വിഷയം തോന്നുന്നു ആണ് ഈ പറയുന്ന ഡോക്ടർ ഹാരിസ് പറഞ്ഞത്. അറിവില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് തന്നെയാണ് അതിപ്പോൾ അവിടെ അത് തന്നെ അതിൻ്റെ ഒരു ഇത് തന്നെയാണ് ആരും പറഞ്ഞത്, നമ്മുടെ ഈ മന്ത്രി സജി ചെറിയാനും പറഞ്ഞത്. ടെക്നോളജി കൂടുതലുള്ളത് അവിടെ, അതുകൊണ്ട് അങ്ങോട്ട് പോയി എന്നുള്ളതാണ് മൂപ്പര് പറഞ്ഞ ഒരു കാര്യം. ഇവിടെ ഉപകരണം ഇല്ലാത്ത കാര്യം, രണ്ടും ഏകദേശം തട്ടിച്ച് നോക്കിയാൽ ഒന്ന് തന്നെ. ഗവൺമെൻറ് ഹോസ്പിറ്റൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെക്കാട്ടിലും ഇപ്പോഴും ഡൗൺവേർഡ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ് രണ്ടുപേരും പറഞ്ഞത്. ഒരാൾ ഡോക്ടർ ആയതുകൊണ്ട് അത് കംപ്ലൈൻറ്റ് രൂപത്തിൽ പറഞ്ഞു, മറ്റേ ആൾ അത് വെറുതെ, മൂപ്പര് എന്താ സംഭവിച്ചെന്ന് അറിയില്ല, പക്ഷെ വിട്ട് എന്തോ പറഞ്ഞു പോയി. സത്യം, അതാണ് സത്യം.